നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇടതുമുന്നണി കേരള കോൺഗ്രസ് എം കൂട്ടുകെട്ട് ഭരണം നടത്തുന്ന സുൽത്താൻ ബത്തേരി നഗരസഭയിൽ പ്രതിസന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എം നേതാവായ നഗരസഭാ ചെയർമാൻ ടി.എൽ. സാബുവിന്റെ രാജി ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ CPM കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത്. കൂട്ടുകെട്ട് തുടർന്നാൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ലെന്നാണ് ബത്തേരിയിലെ കോൺഗ്രസുകാർ ഉയർത്തുന്ന ഭീഷണി. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്ന് ടി.എൽ. സാബു നിലപാടെടുത്തു. തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് നഗരസഭയിലെ വോട്ടർമാരോട് കാണിക്കുന്ന അനീതിയാണെന്നാണ് ന്യായീകരണം. ഒരു കാലത്തും ഇല്ലാത്ത വലിയ വികസന മുന്നേറ്റമാണ് സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടായിട്ടുള്ളത്. നല്ല ശുചിത്വ നഗരം എന്ന പേരിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ്, മുടങ്ങിക്കിടന്ന രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ്, നഗരസഭാ പരിധിയിലെ എല്ലാ റോഡുകളും ആധുനികവൽക്കരണം, അങ്ങനെയെല്ലാം നല്ല വികസന മുന്നേറ്റം വന്നുകൊണ്ടിരിക്കുമ്പം ഈ ഭരണസമിതിയെ അട്ടിമറിച്ചാൽ അത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ രാജിവെക്കാത്തത്. CPM കേരള കോൺഗ്രസുമായി പ്രാദേശിക ധാരണയുണ്ടാക്കിയാണ് ടി.എൽ. സാബുവിനെ ചെയർമാനാക്കിയത്. 35 അംഗങ്ങളുള്ള നഗരസഭയിൽ ഭരണം കൈക്കലാക്കാൻ ഇത് അത്യാവശ്യവുമായിരുന്നു. 9 അംഗങ്ങളുള്ള കോൺഗ്രസും 8 അംഗങ്ങളുള്ള മുസ്ലിം ലീഗും 1 അംഗമുള്ള കേരള കോൺഗ്രസും ചേർന്നാൽ UDF-ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കാമായിരുന്നു. എങ്കിലും 16 അംഗങ്ങളുള്ള CPM സാബുവിനെ ഒപ്പം ചേർത്ത് ഭരണം പിടിച്ചെടുത്തു. BJP-യുടെ ഏക അംഗം മാറി നിന്നപ്പോൾ സാബുവിനെതിരായ അവിശ്വാസം പാസ്സായില്ല. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ക്യാമ്പിൽ ഈ വിഷയം വിവാദങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. ന്യൂസ് 18 വയനാട്. മുതിരപ്പുഴ സംരക്ഷണത്തിന് നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ വ്യാപകമായി പുഴയോരത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കും. മുതിരപ്പുഴയെ സംരക്ഷിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 14 ക്യാമറകൾ നല്ലതണ്ണി സ്റ്റാൻഡ് മുതൽ RO ജംഗ്ഷൻ വരെ സ്ഥാപിക്കും. രണ്ടാം ഘട്ടത്തിലാണ് പഴയ മൂന്നാറിൽ ക്യാമറകൾ സ്ഥാപിക്കുക. രാത്രികാലങ്ങളിൽ മുതിരപ്പുഴയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷ ഉറപ്പാക്കുകയുമാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരിൽ നിന്ന് 2000 മുതൽ 3000 രൂപ വരെ പിഴ ഈടാക്കും. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കണ്ടെത്തിയ തുക വിനിയോഗിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. മൂന്നാറിലെ ജനങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കച്ചവടക്കാരും മൂന്നാറിലെ പൊതുജനങ്ങളും മൂന്നാറിൽ വരുന്നവരും മുതിരപ്പുഴയാറിലേക്ക് ഒന്നും വലിച്ചെറിയാതെ ദയവായി പഞ്ചായത്തിൻ്റെ ഉദ്യമത്തിന് സഹകരിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാറിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും വലുതും ചെറുതുമായ റിസോർട്ടുകളിൽ നിന്നുമാണ് മുതിരപ്പുഴയിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത്. ഇതോടെ പുഴയിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിച്ചു. ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ ആധിക്യം കണ്ടെത്തിയത്. ക്യാമറകൾ സ്ഥാപിക്കുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 മൂന്നാർ. വേനൽ കടുത്തതോടെ കാസർഗോഡ് മധുവാഹിനി പുഴ വറ്റി വരണ്ടു. വരും ദിവസങ്ങളിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖല കടുത്ത ജലക്ഷാമത്തിലേക്കായിരിക്കും നീങ്ങുക. ജില്ലയിലെ മധൂർ, മൂളിയാർ, മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ജലസ്രോതസ്സാണ് കടുത്ത വേനലിൽ വരണ്ടുപോയത്. കാറടുക്ക വനമേഖലയിൽ നിന്ന് ഉത്ഭവിച്ച് 34 കിലോമീറ്റർ ദൈർഘ്യത്തിലൊഴുകുന്ന പുഴ വരണ്ടത് കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു. കമുകിൻ തോട്ടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനായി പുഴയിലേക്ക് പൈപ്പുകൾ സ്ഥാപിച്ച കർഷകർ നിരാശയിലാണ്. മുമ്പെല്ലാം ഏപ്രിൽ വരെ വെള്ളമുള്ളതാണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ വെള്ളം അറിയിട്ടായി. മഴ കുറവാണ്. ഇതിലേക്ക് വെള്ളം മറിഞ്ഞുണ്ട് മഴക്കാലത്ത്. ഇപ്പം വെള്ളം മറിയുന്ന 4 കൊല്ലമായി വെള്ളമില്ല, കുറവ് തന്നെയാണ്. മഴയും കുറവ് തന്നെയാണ്. കാസർഗോഡ് പുത്തികൈ പുഴയുടെ അവസ്ഥയും സമാനമാണ്. പുഴയിൽ നിന്നും വ്യാപകമായി മണലൂറ്റിയതും സമീപ പ്രദേശങ്ങളിലെ കുന്നിടിച്ച് മണൽ കടത്തിയതും പുഴകളുടെ നാശത്തിന് കാരണമായി. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ല വലിയ ജലക്ഷാമത്തിലേക്കായിരിക്കും നീങ്ങുക. ന്യൂസ് 18 കാസർഗോഡ്. കുടിവെള്ള പൈപ്പ് പൊട്ടി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാത്ത ജല അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഗുരുവായൂർ അക്ഷയ നഗറിലെ താമസക്കാരാണ് വാട്ടർ അതോറിറ്റി ഉപരോധിച്ചത്. ഗുരുവായൂർ അക്ഷയ നഗറിൽ ജലവിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. റോഡ് നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതോടെ ആയിരക്കണക്കിന് ലിറ്റർ ജലം പാഴായി. പ്രദേശത്തേക്കുള്ള ജലവിതരണം പൂർണ്ണമായും നിലച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വാട്ടർ അതോറിറ്റിയുടെ കയ്യെത്തും ദൂരത്ത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയൊരു ഗർത്തം ഉണ്ടായിരിക്കുകയാണ്. ആ പ്രദേശത്തെ വാർഡ് കൗൺസിലറും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ
നിരവധി തവണ വാട്ടർ അതോറിറ്റിയിൽ നേരിട്ടും ഫോണിലൂടെയും പരാതിപ്പെട്ടിട്ട് ഇന്ന് രാവിലെ വരെ ഒന്നും ചെയ്യാൻ അവർ തയ്യാറായില്ല. ഇതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലായി അക്ഷയനഗർ നിവാസികൾ. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് പ്രദേശവാസിയായ അപ്പുക്കുട്ടന്റെ കാലൊടിഞ്ഞതും പ്രതിഷേധം ഇരട്ടിയാക്കി. ഇന്നൊക്കെ ഒരു ആഴ്ച കഴിഞ്ഞു, എന്നിട്ടും അവർ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇന്നലെ ഗുരുവായൂർദാസിലെ മമ്മീദാസത്തിലെ അപ്പുക്കുട്ടൻ നായർ ആള് അവിടുത്തെ വീട്ടിൽ പരിസരവാസിയാണ്. അയാൾ സൈക്കിളിൽ പോകുമ്പോൾ അയാളെ കാലി തന്നെ വീണ് അവിടെ അയാളെ കൈയൊടിഞ്ഞ് ഇപ്പോൾ ആയാത്ത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അയാളെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു നമ്മൾ അറിഞ്ഞത്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ കേട്ടമട്ടില്ല. ഇതോടെ വാർഡ് മെമ്പർ സുജയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കൊടുംവേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ന്യൂസ് 18 ഗുരുവായൂർ. അടിമാലി മെഴുകുംചാലിൽ കുടിവെള്ളമില്ലാതെ നാട്ടുകാർ. ജലനിധി പദ്ധതി നടപ്പാക്കിയിട്ടും 150ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ദുരിതമനുഭവിക്കുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ 150ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇവിടുത്തെ പൈപ്പുകളിൽ വെള്ളമെത്തിയിട്ട് കാലങ്ങളായി. ഓരോ കുടുംബത്തിൽ നിന്നും 5000 രൂപ വീതം വാങ്ങിയാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ തുക നഷ്ടപ്പെട്ടതല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇതേവരെ ലഭിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്ത് 1 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ഇതുവരെയായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ജീപ്പിന് ടാങ്ക് വെച്ച് അടിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ വെള്ളത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെയായിട്ടും ഒരു ഇത്രയും വേനൽ കടുത്തിട്ടും ഒരു ഇതുണ്ടായിട്ടില്ല. കുടിവെള്ളം കിട്ടാതായതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ആവശ്യത്തിനുള്ള വെള്ളം എത്തിക്കുന്നത്. പഞ്ചായത്താണെങ്കിൽ കുടിവെള്ളം എത്തിക്കാൻ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. കൊടും വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടതോടെ കടുത്ത പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. ജലക്ഷാമം മറികടക്കാൻ ടാങ്കറുകളിൽ മുടങ്ങാതെ വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 അടിമാലി. കാസർഗോഡ് തൃക്കരിപ്പൂർ BSNL ഓഫീസിന് പഞ്ചായത്തിന്റെ ജപ്തി നോട്ടീസ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നികുതി കുടിശ്ശിക അടച്ചു തീർക്കാത്തതിനാലാണ് BSNL ഓഫീസിൽ ജപ്തി നോട്ടീസ് പതിപ്പിച്ചതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. കെട്ടിട നികുതി കുടിശ്ശിക അടക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. BSNL കണ്ണൂർ ജനറൽ മാനേജറുടെ പേരിലാണ് ജപ്തി നോട്ടീസ്. 2018 സെപ്റ്റംബർ 30 വരെയുള്ള 6 മാസത്തെ നികുതിയായ 6322 രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നോട്ടീസിലുള്ളത്. 100% നികുതി പിരിവുമായി മുന്നോട്ടു പോകുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിലവിൽ BSNL ഓഫീസിന്റെ നികുതി മാത്രമാണ് കുടിശ്ശിക ഉള്ളത്. ജപ്തി നോട്ടീസ് പതിക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നും BSNLനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ആദ്യ 6 മാസത്തെ കുടിശ്ശികയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നോട്ടീസ് പതിച്ചിട്ടുള്ളത്. രണ്ടാം പാതിയിലെ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് വീണ്ടും ഒരു നോട്ടീസ് കൂടി പതിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഞങ്ങൾ ഒരിക്കലും അവരെ അവമാനിക്കണമെന്ന് വിചാരിച്ച് ചെയ്ത കാര്യമല്ല. ഞങ്ങൾ പല സന്ദർഭങ്ങളിലും പല പ്രാവശ്യവും ഓഫീസിൽ നിന്ന് ചോദിക്കുകയും ചെയ്തു. ഇവരുടെ മേൽ ഓഫീസർ ഫിനാൻസ് ഓഫീസിലൊക്കെ ഞങ്ങൾ തിരക്കിയതിന് ശേഷം ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ആൻസർ ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്തത്. എന്നാൽ പഞ്ചായത്ത് നടപടി കരിവാരിത്തേക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് BSNL അധികൃതരുടെ വാദം. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ജീർണാവസ്ഥയിലായ വർക്കല ജവഹർലാൽ നെഹ്റു സ്മാരക ടൗൺ ഹാൾ നവീകരിക്കാൻ നടപടിയായില്ല. കഴിഞ്ഞ 2 ബജറ്റിലും തുക വകയിരുത്തിയിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം നടപടികൾ വൈകുകയാണ്. രാഷ്ട്രീയ വിഴുപ്പലക്കലുകൾ നിരവധി കേട്ടിട്ടുണ്ട് ഈ കെട്ടിടം. എല്ലാ പാർട്ടിക്കാരും വാതോരാതെ പ്രസംഗിച്ചിരുന്നു ഈ സ്റ്റേജിൽ. രാഷ്ട്രീയം കേട്ട് മനസ്സുമെടുത്തല്ല, വൃത്തിയായി സംരക്ഷിക്കാൻ കൂട്ടാക്കാത്ത അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് കെട്ടിടം ജീർണിച്ചത്. 1000ഓളം പേർക്ക് ഇരിപ്പിടമുണ്ട്. സദസ്സിലെ ഓരോരുത്തരുടെയും സ്റ്റേജിലേക്കുള്ള കാഴ്ച തടസ്സപ്പെടാത്ത തരത്തിലാണ് സീറ്റുകളുടെ ക്രമീകരണം. 1985 തുറന്നുകൊടുത്ത ശേഷം ഒട്ടേറെ സാംസ്കാരിക പരിപാടികളും നാടകവും വിവാഹങ്ങളുമെല്ലാം ഈ ഹാളിൽ നടന്നിട്ടുണ്ട്. പഴയ പ്രതാപമൊക്കെ പോയി. മേൽക്കൂരയും ഭിത്തികളും ലൈറ്റിംഗ് സംവിധാനവുമെല്ലാം കേടുപാട് സംഭവിച്ച നിലയിലാണിപ്പോൾ. എന്നിട്ടും പരിപാടികൾക്ക് ഇപ്പോഴും കുറവില്ല. ഈ ടൗൺ ഹാൾ എപ്പോഴും സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ, അവൻ്റെ ആവശ്യങ്ങൾ എന്നും നടക്കുന്നത് ഇത്തരത്തിലുള്ള മുനിസിപ്പൽ ടൗൺ ഹാളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോഴാണ്. അത് ചെയ്യാതാകുമ്പോൾ ഇവിടുത്തെ വലിയ വലിയ ഹോട്ടലുകളും അതുപോലുള്ള സ്ഥാപനങ്ങളും അവൻ തേടേണ്ടി വരുന്നു. ആധുനിക രീതിയിൽ ടൗൺ ഹാൾ നവീകരിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ 1.5 കോടിയും അതിനു മുമ്പത്തെ ബജറ്റിൽ 2 കോടിയും വകയിരുത്തിയിരുന്നു.
പക്ഷേ നവീകരണ പ്രവൃത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം ഈ പറഞ്ഞ ഈ ഏപ്രിൽ ആദ്യ വാരം തന്നെ നമ്മൾ ഇതിൻ്റെ ടെൻഡറിങ് നടപടിയിലേക്ക് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ ചെയ്യും. പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ടൗൺ ഹാൾ നവീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വർക്കല. കുടുംബശ്രീ പ്രവർത്തകരുടെ ഉന്നമനത്തിനായി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം രാജകുമാരിയിൽ നടന്നു. 30 പേർക്കാണ് ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം നൽകിയത്. ഗ്രാമീണ മേഖലയിലെ കുടുംബശ്രീ പ്രവർത്തകരെ സ്വയം തൊഴിലിലൂടെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുരാജ ആർട്സ് ആൻഡ് സൊസൈറ്റിയുടെയും അപ്സര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലനം. ചിരട്ട ഉപയോഗിച്ച് മനോഹരമായ കരകൗശല വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാനായിരുന്നു പരിശീലനം. 40ഓളം വനിതകൾ പങ്കെടുത്തത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷയ്ക്ക് ഉപരിയായി മറികടന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും കോർപ്പറേഷൻ കൊണ്ട് ചെയ്തുകൊണ്ട് അതൊരു ഉപജീവന മാർഗത്തിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കി. ഇതിൽ നിന്നും സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും വിപണിയും കണ്ടെത്തി നൽകും. അടുത്ത മാസം മുതൽ മുള കൊണ്ടുള്ള വസ്തുക്കളുടെ പരിശീലനവും ആരംഭിക്കും. ന്യൂസ് 18 ഇടുക്കി. വയനാട് കുറിച്യ സമുദായത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുന്ന ആദ്യ പെൺകുട്ടിയാണ് ശ്രീധന്യ സുരേഷ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത പ്രാരാബ്ദങ്ങളും മറികടന്നാണ് ശ്രീധന്യയുടെ തിളക്കമാർന്ന നേട്ടം. പഠിത്തമൊക്കെ പ്രിലിമിനറി ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മണ്ണന്തലയിലുള്ള ട്രെയിനിങ് സെൻറ്ററിലായിരുന്നു. മെയിൻസിന് വേണ്ടി ഫോർച്യൂണിലേക്ക് വന്നു. അതിനുശേഷം ഫുൾ കോച്ചിങ് ഫോർച്യൂണിലായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഫോർച്യൂണിനും ശങ്കേഴ്സും പിന്നെ അക്കാദമിയിലും പോയി. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ. അച്ഛനമ്മ കൂലിപ്പണിയാണ്, ചേച്ചി വർക്ക് ചെയ്യുന്നു, ബ്രദറുണ്ട്. ബ്രദർ ഇപ്പോൾ പോളീസ് സെക്കൻഡ് ഇയർ. IAS പരീക്ഷ വിജയിച്ച ശ്രീധന്യയുടെ വീടിന്റെ അവസ്ഥ ഇതാണ്. വയനാട് പൊഴുതന ഇടിയംവയലിലെ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിലേക്കാണ് ശ്രീധന്യ അഭിമാന നേട്ടം എത്തിച്ചത്. ഞങ്ങൾക്കൊരു കിടപ്പാടം, എപ്പോഴും മഴ പെയ്ത ചോര് നൊരിച്ചിട്ട് കണ്ണുനീരിവിടെ കഴിയും. ആരുടെ കാലം മുട്ടിയാലും എല്ലാവരും പറയും നിങ്ങൾ കൈവശ രേഖയൊന്നുമില്ല, പിന്നെ ഇങ്ങനെ വീട് കിട്ടുക. ഇന്നൊക്കെയാണ് എവിടെ ചെന്ന് നമ്മൾ മുട്ടിയാലും ബാക്കിയുള്ള ആൾക്കാർ പറയുക. പക്ഷെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ സന്തോഷമുണ്ട്. മകൾ നേടിയ വിജയത്തിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ് അച്ഛൻ സുരേഷ്. ആ കുട്ടീനെ IAS കിട്ടിയാൽ പോലും ഞാൻ പറഞ്ഞു PhD എന്തെങ്കിലും റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ പഠിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ശ്രീധന്യ. ദിവസവേതന ജോലിക്കിടെ കഠിനപ്രയത്നം ചെയ്താണ് ശ്രീധന്യ സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടമുണ്ടാക്കിയത്. ദുരിതങ്ങൾക്ക് വിട. ഈ അമ്മയുടെ പ്രയത്നം ഫലം കണ്ടിരിക്കുന്നു. ഇനി ശ്രീധന്യ ഈ നാടിൻ്റെ അഭിമാനം. രതീഷ് വാസുദേവനും ക്യാമറാമാൻ സുമേഷ് മോറാഴയ്ക്കുമൊപ്പം മനു ഭരത്, ന്യൂസ് 18 വയനാട്. ജന്മനാ കാഴ്ച വൈകല്യമുള്ള 6 വയസ്സുകാരിയുടെ ആഗ്രഹ സാഫല്യത്തിനായുള്ള യാത്രയിൽ താങ്ങായി ഒരു പറ്റം ടെക്കികളും. മുതിരുമ്പോൾ ടെക്നോ പാർക്കിൽ ഒരു ജോലി എന്ന ലക്ഷ്യം നേടാനാണ് വിസ്മയ എന്ന പെൺകുട്ടിക്ക് ഇനി കൂട്ടുള്ളത്. അവർ നൽകിയ അപ്രതീക്ഷിത സമ്മാനവുമായാണ് സ്കൂൾ തുറക്കുമ്പോൾ വിസ്മയ 1ാം ക്ലാസ്സിലേക്ക് പോവുക. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മികുമാരനല്ലൂര്. തിരുവനന്തപുരം ഇൻഫോസിസിന് മുന്നിൽ അപ്പൂപ്പന്റെ ചായക്കടയിലാണ് വിസ്മയ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നത്. അവിടെ ചായ കുടിക്കാനെത്തുന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും വാക്കുകളിലൂടെയാണ് അവൾ ടെക്നോ പാർക്കിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. വലുതാകുമ്പോൾ ടെക്നോ പാർക്കിൽ ജോലി നേടണമെന്ന വിസ്മയുടെ ആഗ്രഹം സാധിക്കാനായി ഇനി അവൾക്കൊപ്പം അവരുമുണ്ട്. ആദ്യപടിയായി ഒരു ലാപ്ടോപ്പ് ടെക്കികൾ സമ്മാനിച്ചു. അതിന്റെ സഹായത്തോടെ അവൾക്കും സാധാരണ സ്കൂളിൽ പഠനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. പുസ്തകങ്ങളടക്കം പ്രത്യേക ഫോർമാറ്റിൽ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്യാം. പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിസ്മയയ്ക്ക് പരിശീലനം നൽകും. അന്ധരായ കുട്ടികൾക്ക് സാങ്കേതിക പരിശീലനം നൽകുന്ന ചക്ഷുമതി എന്ന സംഘടനയും വിസ്മയയ്ക്ക് സഹായവുമായുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ കൂടെ പരിശീലനം നടത്തുന്ന കുട്ടികളെ ഞങ്ങൾ അവരുടെ ഗവേഷണവുമായി ബന്ധിപ്പിച്ച് ഇവരുടെ ആവശ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുകയും അതേസമയം തന്നെ അവർക്ക് ഇന്നത്തെ ടെക്നോളജി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നത് ഇവരിൽ ഫലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ഉണ്ടാക്കുന്നു. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിസ്മയ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. കഴക്കൂട്ടം കുളത്തൂർ സ്വദേശിയായ വിനയകുമാറും ആര്യയുമാണ് മാതാപിതാക്കൾ. സഹോദരൻ അർജുൻ ചേച്ചിയുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മഞ്ചേരി കോഴിക്കോട് ദേശീയ പാതയിൽ പുല്ലാര അങ്ങാടിക്ക് സമീപം
മിനി ലോറി തലകീഴായി മറിഞ്ഞു. കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റിൽ നിന്ന് മീനുമായി ഗൂഡല്ലൂരിലേക്ക് പോവുകയായിരുന്നു മിനി ലോറി. നിയന്ത്രണം വിട്ട് ലോറി റോഡിൽ മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പുലർച്ചെ 5:15 അപകടം. തെരഞ്ഞെടുപ്പ് ചൂടിനിടെ കോതമംഗലത്തെ ഫുട്ബോൾ ആവേശത്തിലാഴ്ത്തി മാർബേസിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരത്തോടെ മാർബേസിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ദിവസവും രാത്രി 8-നാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി പി അനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിലേക്കും ഈ നാടിനെ എത്തിക്കാൻ ഒരുപക്ഷെ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഞാൻ അർത്ഥമാക്കുന്നത് കേരള പ്രീമിയർ ലീഗ് ഇനി അടുത്ത വർഷം കേരള സൂപ്പർ ലീഗ് എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ചിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ സൂപ്പർ ലീഗിൽ ഒരു വേദി ഈ പ്രദേശത്ത് ആയാൽ കൊള്ളാം എന്നുള്ള ഒരു താല്പര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. വർഷങ്ങളായി മാർബേസിൽ ടൂർണമെന്റിൽ ഇന്ത്യയിലെ പ്രമുഖ ടീമുകളാണ് കളത്തിലിറങ്ങുന്നത്. സദേൺ റെയിൽവേസ്, കസ്റ്റംസ് ചെന്നൈ, കേരള പോലീസ്, എജീസ് ഓഫീസ് തിരുവനന്തപുരം, പ്രതിഭ തിരുവനന്തപുരം, കോതമംഗലം MA കോളേജ്, RFC കൊച്ചി, സെൻട്രൽ എക്സൈസ് എറണാകുളം തുടങ്ങിയ പ്രമുഖ ടീമുകൾ ഇത്തവണ ടൂർണമെന്റിൽ ഏറ്റുമുട്ടും. ടൂർണമെന്റ് ഏപ്രിൽ 13-ന് സമാപിക്കും. ന്യൂസ് 18 കോതമംഗലം. ഇനി നാട്ടുവോട്ട്. പ്രധാനമന്ത്രിയാകുക എന്നതല്ല, പ്രതിപക്ഷ നേതാവാകാനാണ് രാഹുൽ ഗാന്ധിക്ക് താൽപര്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധി ജയിച്ചാൽ അത് വാർത്തയല്ല, എന്നാൽ പരാജയപ്പെട്ടാൽ വലിയ വാർത്തയാണ്. അതിനുള്ള അവസരമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും കോടിയേരി ഇടുക്കിയിൽ പറഞ്ഞു. പുതിയ വോട്ടർമാരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി. ദേശീയ രാഷ്ട്രീയം മുതൽ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ വരെ ചോദ്യങ്ങളായി ഉയർന്നു. മലപ്പുറത്തെ ടൗൺ ഹാൾ പരിസരമായിരുന്നു വേദി. പങ്കെടുക്കാനെത്തിയത് മലപ്പുറത്തെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ. സ്ഥാനാർത്ഥിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പങ്കെടുത്തവർ വെറുതെ കളഞ്ഞില്ല. യോഗി ആദിത്യനാഥിന്റെ പരാമർശത്തെക്കുറിച്ചായിരുന്നു ആദ്യ ചോദ്യം. Muslim League is a virus. How do you respond about this statement? He makes such a statement always. He says that word will suit to him. Not for us, not for Muslim League or UDF. Am I correct? പിന്നാലെ വന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ചോദ്യങ്ങൾ. स्वास्थ्य के क्षेत्र में जिले की प्रगति कैसे है सकती है? कैसे हो सकती है? अगर आरोग्य मालूम पहले मुझे मालूम नहीं था. में हमारा पॉलिसी क्या है? अच्छी तरह काम करूँगा. सामान्य जनता के लिए तंदुरुस्ती, स्वास्थ्य बहुत प्रधान है. उसके लिए हम अच्छी तरह काम करेंगे. പാലക്കാട് MLA ഷാഫി പറമ്പിലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചോദ്യോത്തരവും വിശദീകരണവും ഒക്കെ കഴിഞ്ഞ് സെൽഫി എടുപ്പിന് ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് 18 മലപ്പുറം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ആവേശം പകരുന്നവയാണ് പ്രചാരണ വാഹനങ്ങൾ. എറണാകുളം ജില്ലയിൽ പ്രചാരണ രംഗത്ത് മുഴങ്ങുന്ന ആവേശകരമായൊരു ശബ്ദമുണ്ട്. കേൾക്കാം മുട്ടത്ത് സ്വദേശിയും ചുമട്ടുതൊഴിലാളിയുമായ രജീഷിന്റെ വാക്കുകൾ. നാടിന്റെ ജനനായകനായി പാലിയേറ്റീവിലൂടെ മനുഷ്യ സ്നേഹം എന്തെന്ന് ജനമനസ്സുകൾക്ക് പകർന്നു കൊടുത്ത വിഷരഹിതമായ ലോകത്തിലേക്ക് ജനഹൃദയങ്ങൾ സമ്മാനിച്ച ഇതാ നാടിന്റെ ജനനായകൻ. 34 വർഷമായി കൊച്ചിയുടെ തെരഞ്ഞെടുപ്പ് ആവേശമാണ് ഈ ചുമട്ടുതൊഴിലാളി. രജീഷ് അനൗൺസർ ജോലി ആരംഭിച്ചത് 1985-ൽ. അന്നു മുതൽ എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളിലെയും നിറസാന്നിധ്യം. സ്ഥാനാർത്ഥിക്കൊപ്പം പായുമ്പോൾ ശ്രോതാക്കളിൽ ആവേശ തിരയിളക്കിയാണ് രജീഷ് മുന്നേറുന്നത്. ഒരു ചെറു പുഞ്ചിരിയിലൂടെ, ഒരു ഹസ്തദാനത്തിലൂടെ, ഒന്ന് കൈവീശി കാണിക്കുന്നതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാരൊക്കെ അവരുടെ കണ്ണുകളിലെ തിളക്കം, അവരുടെ മനസ്സുകളിലെ ആവേശം, നാടുണരുകയായി, നഗരം ഉണരുകയായി, മനസ്സുണരുകയായി, മനസാക്ഷി ഉണരുകയായി. അനൗൺസ്മെന്റ് ആവേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ: ചൂടൊന്നും ഇതൊരു ചൂടല്ലേ, ഈ ചൂടൊരു വിഷയമല്ല. മീനമാസത്തിലെ ചൂടൊന്നൊരു വിഷയമല്ല, തെരഞ്ഞെടുപ്പ് ചൂടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം. ആ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഞങ്ങൾ കത്തിക്കയറും. എല്ലാ പുസ്തകങ്ങളും കവിതകളും എല്ലാം വായിക്കും. എനിക്ക് കവിതകളാണ് എൻ്റെ ആവേശം. വയലാറ്, വള്ളത്തോള്, ചങ്ങമ്പുഴ.
പ്രായത്തിന് തളർത്താൻ കഴിയാത്ത പോരാട്ട വീര്യം മനസ്സുകളിൽ നിറയ്ക്കാൻ വാക്കുകൾക്ക് കഴിയുമെന്ന് ഈ 49കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. നാടിന്റെ ജനനായകൻ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ കടന്നു വരികയാണ്. ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം SS ശരൺ, ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കളക്ടറേറ്റിൽ മാതൃകാ പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചു. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് വിഭാഗവുമായി സഹകരിച്ചാണ് മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. വോട്ടിംഗ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രകൃതി സൗഹൃദ രീതിയിലാണ് കളക്ടറേറ്റിൽ മാതൃകാ പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചത്. ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിച്ചു. ഹരിത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഇത് ഹരിത ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷനാണ്. എത്തരത്തിലുള്ള ഹരിത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന എല്ലാ വസ്തുക്കളും ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വോട്ടിംഗ് മെഷീനും VVPAT മെഷീനും മാതൃകാ പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ചതിനാൽ കളക്ടറേറ്റിലെത്തുന്നവർക്ക് വോട്ട് ചെയ്യാനും വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടാനുമുള്ള അവസരം ലഭിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. പട്ടാമ്പി കൊപ്പം രായിരനെല്ലൂർ മലയ്ക്ക് സമീപം മനുഷ്യന്റെ അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. രായിരനെല്ലൂർ മലയിൽ വിറക് വെട്ടാനെത്തിയ സ്ത്രീകളാണ് അസ്ഥികൂടാവശിഷ്ടങ്ങൾ ആദ്യം കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിലെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കായംകുളം മുതുകുളത്ത് KSEB കരാർ ജീവനക്കാരൻ ഷോക്കേറ്റു മരിച്ചു. കരിച്ചാൽ തറയിൽ വീട്ടിൽ വിമൽകുമാറാണ് മരിച്ചത്. വൈകിട്ട് 4 മണിയോടെ വേലഞ്ചിറയിൽ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിൽ ഷോക്ക് ഏൽക്കുകയായിരുന്നു. അപകടം പറ്റിയ ഉടൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ രേണുകയെത്തും.